ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് പ്രതിയെ പത്മകുമാറിനെതിരായി നടപടി ചർച്ച ചെയ്യാൻ CPIM പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി ഈ മാസം 15-ന് യോഗം ചേരും. പത്മകുമാറിനെതിരെ നടപടിയെടുക്കാതെ മുന്നോട്ട് പോകാനാകില്ല എന്നാണ് സംസ്ഥാന കമ്മിറ്റിയുടെ നിലപാട്. കഴിഞ്ഞയാഴ്ചയാണ് പത്മകുമാർ പാർട്ടി അംഗത്വം പുതുക്കിയത്. ഷിജോ കുര്യൻ വിവരങ്ങളുമായി. ഷിജോ, പത്മകുമാറിനെതിരെ നടപടിയെടുക്കാത്തതൊക്കെ തെരഞ്ഞെടുപ്പ് തിരിച്ചടിക്ക് ഒരു കാരണമായി എന്ന വിലയിരുത്തൽ വന്നതാണ്. അപ്പോൾ നടപടിയിലേക്ക് ഒടുവിൽ കടക്കുന്നു എന്നതിന്റെ സൂചനകളാണോ? 15-ന് ചേരുന്ന ജില്ലാ കമ്മിറ്റി യോഗം നിർണായകമല്ലേ? പത്മകുമാറിനെതിരെ ഇതുവരെ ഒരു കടുത്ത നടപടി സ്വീകരിക്കാനായിട്ട് CPM-ന്റെ സംസ്ഥാന നേതൃത്വമോ ജില്ലാ നേതൃത്വമോ തയ്യാറായിട്ടില്ല. ആദ്യഘട്ടത്തിലൊക്കെ പത്മകുമാറിനെതിരെ വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നു വന്നപ്പോഴൊക്കെ പത്മകുമാറിനെ പാർട്ടിയുടെ എല്ലാ ചുമതലകളിൽ നിന്നും, അതായത് തെരഞ്ഞെടുക്കപ്പെട്ട എല്ലാ ചുമതലകളിൽ നിന്നും പരിപാടികളിൽ നിന്നും മാറ്റി നിർത്തുകയാണ് ചെയ്തത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു തലയുയരുന്ന ഒരു സമീപനമാണ് ജില്ലാ നേതൃത്വവും സംസ്ഥാന നേതൃത്വവും സ്വീകരിച്ചിരുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി അറസ്റ്റിലാവുകയും അതിനുശേഷം 105 ദിവസം ജയിലിൽ കിടക്കുകയും ഒക്കെ ചെയ്ത പത്മകുമാറിനെതിരെ എന്തുകൊണ്ട് CPIM-ന്റെ സംസ്ഥാന നേതൃത്വം നടപടി സ്വീകരിക്കുന്നില്ല ചോദ്യങ്ങൾ വന്നപ്പോൾ അതിനകത്ത് കുറ്റപത്രം സമർപ്പിക്കട്ടെ, അതിനുശേഷം നടപടി സ്വീകരിക്കാം എന്ന് പറഞ്ഞുള്ള ഒരു രക്ഷപ്പെടൽ മാത്രമായിരുന്നു സംസ്ഥാന നേതൃത്വം ഇതുവരെ സ്വീകരിച്ചിരുന്നത്. പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഒക്കെ വലിയ തരത്തിലുള്ള തിരിച്ചടി CPM നേരിട്ടപ്പോഴൊക്കെ ഈ പത്മകുമാർ വിഷയം ഉയർന്നു വന്നിരുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ള അടക്കമുള്ള കാര്യങ്ങൾ CPM-ന്റെ ഒരു റിവ്യൂ റിപ്പോർട്ടിൽ കാര്യമായിട്ട് പരാമർശിക്കാതെ മയപ്പെടുത്തിയുള്ള ഒരു സമീപനമൊക്കെയാണ് അങ്ങനെ സ്വീകരിച്ചിരുന്നത്. എന്തായാലും ഒടുവിൽ ഈ പറയുന്ന പത്മകുമാറിനെതിരെ നടപടി സ്വീകരിക്കാതെ, നടപടി എന്താണെന്ന് ചർച്ച ചെയ്യാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് CPM-ന്റെ സംസ്ഥാന നേതൃത്വം വന്നതോടുകൂടിയാണ് നടപടി ചർച്ച ചെയ്യാനായിട്ട് ജില്ലാ കമ്മിറ്റിയെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. പത്തനംതിട്ട CPIM ജില്ലാ കമ്മിറ്റി 15-ാം തീയതി ചേരുകയാണ്. ജില്ലാ കമ്മിറ്റി പത്മകുമാറിനെതിരെ എന്ത് നടപടി സ്വീകരിക്കണം എന്നുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യും. ആ നടപടി എന്താണെന്ന് ജില്ലാ കമ്മിറ്റി തീരുമാനിച്ച് സംസ്ഥാന നേതൃത്വത്തെ അറിയിക്കും. അതോടുകൂടി അറിയാം പത്മകുമാറിന്റെ ഭാവി എന്താകുമെന്നുള്ളത്. ഇതുവരെ പാർട്ടിയുടെ എല്ലാ ചുമതലപ്പെട്ട ചുമതലകളിൽ നിന്നും പത്മകുമാറിനെ മാറ്റി നിർത്തിയുള്ള ഒരു മുഖം രക്ഷിക്കലായിരുന്നുവെങ്കിൽ ഇനി അങ്ങനെ ആയിരിക്കില്ല. പത്മകുമാറിനെതിരെ കടുത്ത നടപടി തന്നെ CPM സ്വീകരിക്കും എന്നുള്ള കാര്യം ഉറപ്പായിട്ടുണ്ട്. അത് എന്ത് നടപടിയായിരിക്കും? സ്വാഭാവികമായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു അച്ചടക്ക നടപടി മാത്രം ഒതുക്കി നൽകാം, അല്ലെങ്കിൽ ആ അച്ചടക്ക നടപടി മാത്രം സ്വീകരിച്ചുകൊണ്ട് മുഖം രക്ഷിക്കാൻ കഴിയുകയില്ല. മറ്റ് സ്ഥാനങ്ങളിൽ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു നടപടി എടുക്കാൻ കഴിയില്ല. കടുത്ത നടപടി തന്നെ പത്മകുമാറിനെതിരെ വരും എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം ശബരിമല സ്വർണ്ണക്കൊള്ള കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിലായാലും CPM-ന് വലിയ തരത്തിൽ ക്ഷീണമുണ്ടാക്കിയതാണ്. അപ്പോൾ പത്മകുമാർ എന്ന് പറയുന്ന CPM-ന്റെ ഒരു മുതിർന്ന നേതാവ്, പത്തനംതിട്ട ജില്ലയിലെ മുതിർന്ന നേതാവ്, അത് മാത്രവുമല്ല ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ്, മുൻ MLA, അങ്ങനെ വലിയ പദവികളിലിരുന്ന ഒരാൾ ജയിലിൽ പോയിട്ടും എന്തുകൊണ്ട് പാർട്ടി നേതൃത്വം നടപടി സ്വീകരിക്കുന്നില്ല എന്നുള്ളതായിരുന്നു ചോദ്യം. ആ ചോദ്യത്തിന് പ്രവർത്തകരോട് കൃത്യമായിട്ടുള്ള മറുപടി പറയാൻ കഴിയാതെ വന്നതോടുകൂടി നേതൃത്വം വലിയ തരത്തിൽ ഒരു പ്രതിസന്ധിയിലാകുന്ന, ഒരു തൃശങ്കുലാകുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടതാണ്. അതിന് ആ രീതിയിൽ ഇനി മുന്നോട്ട് പോകാൻ കഴിയാതെ വന്നതോടുകൂടിയാണ് നടപടി വേണം എന്നുള്ള ആവശ്യം നേതൃത്വം തന്നെ തീരുമാനിച്ചത്. അത് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് ജില്ലാ കമ്മിറ്റി ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. തിങ്കളാഴ്ച ജില്ലാ കമ്മിറ്റി യോഗം ചേർന്ന് നടപടി ചർച്ച ചെയ്ത് സംസ്ഥാന നേതൃത്വത്തെ അറിയിക്കും. അതാണ് എന്താകും നടപടി എന്നുള്ളതാണ്. തിങ്കളാഴ്ചത്തെ യോഗം വളരെ നിർണായകമാണ്. ആ നടപടി അത് നിർദ്ദേശമായി സംസ്ഥാന നേതൃത്വത്തിന് മുന്നിലേക്ക് വെക്കും. പിന്നീട് ഉണ്ടാകുന്ന തീരുമാനം അത് പത്മകുമാറിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ്. അങ്ങനെ ഒരു തിരുത്തൽ നടപടിയിലേക്ക് CPIM കടക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.